ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏത്? ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏത്? 1 ഉണ്ണിയപ്പം, നെയ്യപ്പം. ഇനിയുണ്ടൊരപ്പം, കാരണം ഇത് നമ്മള് ഈ സ്നാക്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു അപ്പമാണ്. അതല്ലേ ഞാൻ ഇത്ര പറഞ്ഞ ഉണ്ണിയപ്പം. അല്ലല്ല, ഉണ്ണിയപ്പം നെയ്യപ്പം ഇതൊന്നും അല്ല, ഒരു ചുരുണ്ടിരിക്കുന്ന അപ്പാണ്. 1 2 ചുരുണ്ടിരിക്കുന്ന അപ്പം. 3. മൂത്രം പോണ്ടപ്പോ പോണില്ല. പോണ മൂത്രത്തിന്റെ അളവെടുക്കണ്ടോ? ഇല്ല, അളവാത്തത്തിലല്ല മൂത്രം ഒഴിക്കണം. അച്ഛൻ പറമ്പിൽ പോയിട്ടാ മൂത്രം ഒഴിക്കണം. പറമ്പിലൊഴിക്കല് അളവെടുക്കാൻ പറ്റില്ലല്ലോ. പിടിച്ചു വെക്കണ സ്വഭാവം ഉണ്ടോ മൂത്രം? ഇല്ല ഇല്ല, അത് പിടിച്ചു വെച്ചാ കൊടുക്കാൻ ആളില്ലല്ലോ. റബ്ബർ പാലൊക്കെ എടുക്കണമല്ലോ. അതല്ല ഞാൻ ചോദിക്കണത്, ചിലർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. എത്ര മുട്ടിയാലും പിടിച്ചു വെക്കും, എന്നിട്ടൊരു സമയം പിഴ അവർ ഒഴിക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഇല്ല അല്ലെ? മൂത്രം തീരെ പോണില്ല, മുക്കിയിട്ട് പോണില്ല. മുക്കിയത് ഒരു തുള്ളിയേ പോണുള്ളൂ. ടോയ്ലറ്റ് അമ്മക്ക് പെരക്കാത്തുന്ന പെരക്കാത്തുന്നല്ല, അച്ഛന് മൂത്രമൊഴിക്കണ്ടേ? ക്രയാറ്റിനുണ്ടോ? ഇല്ല, മെഡിസിപ്പ് ഉണ്ട്. ക്രയാറ്റിന് എടുത്തിട്ടില്ല. മെഡിസിപ്പ് എന്താണ്? അല്ല, ഇൻഷുറൻസ് കാർഡ് അച്ഛന്റെ സർക്കാർ. അതല്ല മോനെ, ക്രയാറ്റിൻ എന്താണെന്ന് അറിയില്ല എനിക്ക്. യൂറിക് ആസിഡ് ഉണ്ടോ? യൂറിക് ആസിഡ് മേടിച്ചില്ല, ബാക്കി എല്ലാം മേടിച്ചിട്ടുണ്ട് ഡോക്ടർ എഴുതി തന്നത്. യൂറിക് ആസിഡ് ഗുളികയല്ല, വിനാഗിരി. വിനാഗിരിയോ? പിന്നെ എന്താ പിന്നെ ഒന്നും അറിയില്ല. ടൂറുണ്ട് ഡൽഹിക്ക്, പൈസ അതിനെനിക്ക് ഹിന്ദി അറിയോ? ആരാ പറഞ്ഞിക്ക് ഹിന്ദി അറിയില്ല? നന്നായി അറിയാം ഹിന്ദി. ഇന്ന് ഞാനൊരു ഹിന്ദി വാക്ക് പറയട്ടെ. തുമാരാ നാം ക്യാ ഹേ? കുമാരം എന്റെ കൂട്ടുകാരൻ. എപ്പോഴാണ് പൈസ തരേണ്ടത്? ഒരു 10 മണിക്ക്. അമ്മൂസ് എന്റെ പുക കണ്ടേ ചാടമ്മോ. നല്ലോണം പഠിക്കട്ടോ, പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് വാങ്ങിക്കണം. സൈക്കിളൊക്കെ വാങ്ങി തന്നു വിചാരിച്ചാ മതി, എന്നിട്ട് ഫുള്ള് മാർക്കാണ് മേടിച്ചോ. ഫുള്ള് മാർക്ക് വാങ്ങി അച്ഛൻ അങ്ങോട്ട് വിചാരിച്ചാ മതി. നിനക്ക് നാണൂലല്ലേ കോലുമിഠായി ചപ്പിക്കൊണ്ടിരിക്കാൻ? അമ്മക്ക് എന്ത് കേടാണ്? നിന്റെ അപ്പനെ പറഞ്ഞാ മതി. കോലുമിഠായി ഡായി ഡായി. ആ, നിന്റെ വായിലുണ്ടാ? ഇന്ന് നിന്റെ അപ്പൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അതേ, അവന്മാരുണ്ടല്ല. അയ്യേ, എന്തായി? ഓ വേണ്ട, അതും ചപ്പിക്കൊണ്ടിരുന്നോ. നീ ഒന്ന് പോയേ. അയ്യേ, ഈ വല്യമ്മക്ക് എന്തിന്റെ കേടാ? ഓ, ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായോ? കാലം മാറിയാലും കോലുമിഠായിയുടെ രസം അത് മാറൂല. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? രാവിലെ ചപ്പാത്തി കടല, മടുത്തു. ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു. 4 മണിക്ക് ചായ ഒരു വട, മടുത്തു. ചേട്ടോ. ഓ ചേട്ടോ. എന്തോ? പുട്ടുണ്ടാ? പുട്ടുണ്ട്. കോഴിയുണ്ടാ? കോഴിയുണ്ട്. ആക്കി കുറച്ച് പുട്ടെടുത്താ കോഴി കിട്ടോട്. എനിക്ക് മിഠായി വേണം. ഞാൻ പറയണ പോലെ പറയുവാ. കാഷ്ട കൂഷ്ട കഷ്ടിഷ്ട കുഷ്ട. എനിക്ക് മിഠായി വേണ്ട. CAT കാട്ടുപൂച്ച. CAT കാട്ടുപൂച്ച. CAT കാട്ടുപൂച്ച. കാട്ടുപൂച്ചയോ? അതല്ല ഉമ്മ. CAT പൂച്ച അങ്ങനെ പറഞ്ഞു പഠിക്കും. അങ്ങനെയാ. ഇപ്പച്ചി ഒരു 10 റുപ്യ. എന്തിനാ എനിക്ക് 10 റുപ്യ? ഒരു പാവത്തിന് കൊടുക്കാനാണ്. നല്ല കുട്ടി, ഇങ്ങനെ തന്നെ വേണം കുട്ടികളായാല്. എന്നിട്ട് എടുത്തു. ആ പാവം പുരുവയിലത്ത് നിന്നാണ്ട് ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. സൈക്കിൾ വാങ്ങണം, കാറ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം. എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. പാല് കുടിക്കും മക്കളെ. അയ്യേ, അങ്കമാടി പോകുന്നതിന് കാരണം ഇന്ന് പോകത്തിന്റെ കാണുന്നില്ലല്ലോ ഒന്നും. പനിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ടേ. പെൺകുട്ടികൾ 6 മണിക്ക് എണീക്കുന്നു, 7 മണിക്ക് റെഡിയാകാൻ തുടങ്ങുന്നു, 9 മണിക്ക് കോളേജിലെത്തുന്നു. ഇനി ആൺകുട്ടികൾ 6 മണിക്ക് ഉറങ്ങുന്നു, 8:50 ഉറങ്ങുന്നു, 9 മണിക്ക് കോളേജിലെത്തുന്നു. പഞ്ചായത്തിൽ നിന്നാണ് സെൻസസ് എടുക്കാൻ വന്നത്. എടുത്തോ. കല്യാണം കഴിച്ചാണ്. വെള്ളം എടുത്തോണ്ടോ?
അപ്പൊ കല്യാണം കഴിച്ചതാണ്. അമ്മച്ചി ചോറുണ്ടു, ചായക്ക് പാലുണ്ടു, ഇവിടിപ്പോ കഴിക്കാനും എന്തുണ്ട്, കൊടല് കരിയുന്ന പോ. എന്നെ പറ്റി കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പരാതികളാണ്. എന്നെ പറ്റി പരാതി പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ പറ്റി എനിക്ക് തന്നെ പരാതികൾ ഒരുപാടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾക്കില്ലാതിരിക്കും? അല്ല ഇതാര് സഞ്ജു സാംസണോ? അങ്ങനൊന്നുമില്ല അച്ഛാ. ഞങ്ങളുടെ സ്കൂളിൽ കരോട്ടയും ക്രിക്കറ്റും പഠിപ്പിക്കാനേ അടുത്ത ആഴ്ച ഒരു സാറ് വരും. നീ കരോട്ടയാണോ അതോ ക്രിക്കറ്റാണോ പഠിക്കുന്നത്? ക്രിക്കറ്റ് എനിക്കറിയാം അച്ഛാ, കരോട്ട പിന്നെ നേരത്തെ അറിയാമല്ലോ. ക്രിക്കറ്റും കരോട്ടയും അറിയാവുന്നവരും മോൻ. അതൊക്കെ പോട്ടെ, നിനക്ക് ഇനി എന്താ പഠിക്കണോന്ന് ആഗ്രഹം? അച്ഛാ, എനിക്ക് നല്ലപോലെ നീന്തൽ പഠിക്കാൻ ആഗ്രഹം. നീന്തലാണോ? നീന്തലാണ് ഇവിടുത്തെ കുളത്തിട്ട് ഞാൻ പഠിപ്പിക്കാം. എന്റെ കൂട്ടുകാരനെ അകരച്ചോന്നുണ്ടല്ലോ, അവന് നീന്തൽ പഠിക്കാൻ ആഗ്രഹം. അച്ഛാ, എന്നാ നമുക്ക് ഇപ്പൊ പോയി പഠിച്ചാലോ? എന്നാ നിന്റെ അമ്മയെ അടുത്ത് പറഞ്ഞിട്ട് വാ, നമുക്ക് പോവാം. ഒരു മിനിറ്റ് അച്ഛാ, ഞാൻ ഇപ്പൊ വരാവേ. എന്തിനാണ് ഈ ബോട്ടില്? നീന്തല് പഠിക്കുമ്പോഴേ കുറച്ച് വെള്ളമൊക്കെ കുടിക്കണോന്നേ എന്റെ കൂട്ടുകാരനെ അകരച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായി ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ വലുതായ പോരാ, നിന്റെ ബുദ്ധിക്ക് ഇച്ചിരി കൂടെ വളർച്ചയാവട്ടെ, എന്നിട്ട് നമുക്ക് നീന്തൽ പഠിക്കാം കേട്ടോ. അയ്യോ അച്ഛാ, അപ്പൊ എന്നെ